ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ചിരിച്ചാണ് നിൽക്കുന്നതെങ്കിലും എൻ്റെ ഉള്ളിൽ അത്ര ചിരിയില്ല കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി എഴുന്നേക്കാൻ. സൂര്യൻ ഒന്ന് ഉദിച്ചിട്ടുണ്ട്. ഒത്തിരി ഇല്ല, എന്നാലും ഞാൻ സാധാരണ എഴുന്നേൽക്കുന്നതിലും ലേറ്റായിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ആവണം. മോക്കും മോനും 7:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. അപ്പോഴത്തേക്ക് ഇതെല്ലാം റെഡിയായി വരണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കുന്നത് പംകിൻ പാൻകേക്കാണ്. ഇത് ഹെൽത്തിയാണ് നമുക്കറിയാം, പക്ഷേ ഇത് ടേസ്റ്റിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു പംകിൻ കൊണ്ടൊക്കെ നമ്മൾക്ക് പാൻകേക്ക് ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുമെന്ന് കേട്ടോ. പക്ഷേ കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പംകിൻ ആദ്യം അത് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇനി നമുക്ക് ലഞ്ചിന് നോക്കാം. ലഞ്ചിന് ഞാൻ ഈസി ആയിട്ടുള്ള ടൊമാറ്റോ ബാത്താണ്. പക്ഷേ ഈസി ആണെങ്കിലും ടേസ്റ്റ് നമ്മൾ ഒട്ടും കോംപ്രമൈസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ബാത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 3 സവോള അരിഞ്ഞെടുത്തേ. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് പെരുജീരകവും കൂടെ ഒരു പാനിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. ഇവിടെ നമ്മൾ 5 ടൊമാറ്റോ ആണ് എടുക്കുന്നത്. അതിൽ 3 നമുക്ക് മിക്സിയിലോട്ട് കട്ട് ചെയ്ത് ഇതുപോലെ പ്യൂരിയാക്കി മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ സവോളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ നന്നായിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ച പ്യൂരിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ വേവിക്കാതെ ഇട്ടതായതുകൊണ്ട് അതിനെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒന്ന് വെന്തായിട്ട് നമുക്ക് തോന്നുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഗ്രീൻ പീസ് ആണ് ആഡ് ചെയ്തത്, കാരണം ഞാൻ ഓൾറെഡി പൊളിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എമർജൻസി സിറ്റുവേഷനിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുക. ഇനി ഗരം മസാല, മഞ്ഞൾ, കുറച്ച് കൊറിയാണ്ടർ പൗഡറും പിന്നെ 2 സ്പൂണ് മുളക് പൊടിയും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ 2 തക്കാളി നേരത്തെ മാറ്റി വെച്ചല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് ഉടയണം. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ആ തക്കാളി എല്ലാം കൂടെ വെന്ത് ഉടയുവേ. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ബാത്തിൻ്റെ മസാലക്കൂട്ട് റെഡിയായി. ഞാനിവിടെ 2 ഗ്ലാസ് സോനാ മസൂരി കുക്കറിൽ ഒരു വിസിലടിച്ചെടുത്തായിരുന്നു. അപ്പോൾ അത് ഇതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ ബാത്ത് റെഡിയായി. ഈ സോനാ മസൂരിക്ക് പകരം നമുക്ക് ബസുമതി റൈസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ലഞ്ച് സെറ്റായ സ്ഥിതിക്ക് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ. അത് അതിൻ്റെ വെള്ളത്തോടു കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് 2 മുട്ട നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഓട്സ് ഇട്ടു. എന്നിട്ട് 2 തുള്ളി വാനില എസൻസും 1 നുള്ളി ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ പാലുണ്ടല്ലോ, പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ജാറിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ട് റെഡിയായി. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് ഈ ഒരു കൂട്ട് ഒഴിച്ച് തിരിച്ചും മറിച്ചും ഇട്ടെടുത്താൽ നമ്മുടെ പാൻ കേക്കും റെഡി. ഇത് മക്കൾക്ക് ഞാൻ ഹണിയുടെ കൂടെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തത് കേട്ടോ. അവരത് അപ്രൂവ് ആക്കി, അതുകൊണ്ടാണ് സ്നാക്സ് ബോക്സിന് അത് തന്നെ വെച്ചോളാൻ അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൊടുത്ത് സമയത്തിന് തന്നെ ഇന്ന് മക്കളെ വിടാൻ പറ്റി. അങ്ങനെ മോനും ഇറങ്ങി, പിന്നെ ഞാനിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ ഇട്ടുടനെ കാണാം. ബായ്.